5, 10, 15, 20. ഇത് കഴിഞ്ഞ് അടുത്ത സംഖ്യ, അതായത് 20 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. 3 സെക്കൻഡ് സമയം തരാം. കണ്ടുപിടിച്ച് പറയ്. 25 ആണ് ഉത്തരം. കാരണം എന്തായിരിക്കും? ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 5ന്ന് 10 കിട്ടണമെങ്കിൽ 5 കൂട്ടി, 10ന്ന് 5 കൂട്ടിയപ്പോൾ 15 കിട്ടി, 15ന്ന് 5 കൂട്ടിയപ്പോൾ 20 കിട്ടി. അപ്പോൾ 20ന്ന് 5 കൂട്ടിയാൽ എന്ത് കിട്ടും? 25 കിട്ടും. അപ്പോൾ 20 കഴിഞ്ഞിട്ട് അടുത്ത ടേം എന്തായിരിക്കും? 25 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഈ ആദ്യത്തെ നമ്പർ കണ്ടില്ലേ? ഈ 5, 5, 10, 15, 20 ആദ്യത്തെ നമ്പർ 5 ആണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്യണത് എ പറഞ്ഞുള്ള അക്ഷരം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ x1 അല്ലെങ്കിൽ f എന്നോ എങ്ങനെ വെച്ച് അത് ഡിനോട്ട് ചെയ്യാം. 5ന്ന് 10 കിട്ടാൻ നമ്മൾ എത്ര വെച്ച് ആഡ് ചെയ്തു? 5 വെച്ച് ആഡ് ചെയ്തു. ഇതിൽ എല്ലാത്തിലും കോമൺ ആയി വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താ? 5 ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇപ്പൊ 20 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 25 പറഞ്ഞു. 25 കഴിഞ്ഞ് എത്രയാണ്? 30 എന്ന് പറയാം. ഇനി 100 ഒരു കേസിൽ, അതായത് 100ാമത്തെ സംഖ്യ കണ്ടുപിടിക്കുക പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റില്ല. 100ാമത്തെ സംഖ്യ വരെ നമുക്ക് 5 കൂട്ടി കൂട്ടി കൊണ്ടുപോകാനുള്ള സമയം ഉണ്ടാവില്ല എക്സാമിന്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഒരു ഫോർമുലയുണ്ട്. xn = a + n-1 × d. ഇതിൽ എ എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഫസ്റ്റ് ടേം ആദ്യത്തെ പദത്തെയാണ് എ എന്ന് പറയുന്നത്. ഒരു സീക്വൻസിൽ ആദ്യം കാണുന്ന ആ ഒരു ടേമിനെ, ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം പറയുക. അടുത്ത n പറയണത് എത്രാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതാണ് n. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 100ാമത്തെ ടേം ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ എന്നിൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കണം? 100 പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത് d പറയുമ്പോൾ കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ? എത്രയാണ്? കൂട്ടി കൂട്ടി പോണത് എത്രയാണ്? 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ അവിടെ 5 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ xn x100 = 5 പ്ലസ് ബ്രാക്കറ്റിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 100 ഇട്ട് കൊടുക്കണം. 100 - 1 × 5. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ വരിക? 5 പ്ലസ് ആദ്യം ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്യുക. 100 - 1 99, പിന്നെ × 5. 99 × 5 ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിന് 5ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100ാമത്തെ പദം എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് 100th ടേമിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ്.